കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് 2024 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 26ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 26ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതാണ്: കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ മാർക്സ് ഇൻ അക്കൗണ്ടൻസി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. മാർക്സ് ഇൻ അക്കൗണ്ടൻസി തന്നിട്ടുള്ളത് 48, 35, 17, 23, 47. ദെൻ മാർക്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നിട്ടുള്ളത് 45, 20, 40, 25, 45. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടെത്താൻ നമ്മൾ 2-3 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മാർക്സ് ഇൻ അക്കൗണ്ടൻസിയെ നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു, മാർക്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്നതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കുന്നു. എക്സ് എന്ന് പറയുന്നത് മാർക്സ് ഇൻ അക്കൗണ്ടൻസി ആണ്. 48, 35, 17, 23, 47 എന്ന് വരും. ഇനി വൈ ആണ് മാർക്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അതാണ് ഇവിടെ കൊടുത്തത്. വൈ 45, 20, 40, 25, 45. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ഐറ്റമാണ്, മാർക്സ് ഇൻ അക്കൗണ്ടൻസിയും മാർക്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സും. ഓക്കെ, ഇനി നമ്മൾ എക്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കോളം കൊടുക്കുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അതായത് സ്മോൾ ലെറ്റർ എക്സ് കൊണ്ട് നമ്മൾ അതിനെ കാണിക്കും. എക്സ് മൈനസ് എക്സ് ബാർ നമ്മൾ കണ്ടെത്തുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എക്സ് ബാർ കണ്ടെത്തണം. എക്സ് ബാർ കണ്ടെത്തണമെങ്കിൽ എക്സിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടെത്തണം. ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എക്സ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 170 ആണ് സിഗ്മ എക്സ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ബാർ കണ്ടെത്തുക എങ്ങനെയാണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. അതായത് ഇവിടെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 170 ആണ് നമ്മൾ പറഞ്ഞു. എൻ എന്ന് പറയുന്നത് 5 ആണ്. അതായത് 5 വരുന്നത് എങ്ങനെയാണ്? 1, 2, 3, 4, 5. ഓക്കെ, 5 ആണ് എൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ബാറിൻ്റെ വാല്യൂ കിട്ടും. എത്ര കിട്ടും? 34 എന്ന് കിട്ടും. ഇതേപോലെ വൈ ബാർ നമ്മൾ കണ്ടെത്തണം. വൈ ബാർ എന്ന് പറയുന്നത് എന്താണ്? വൈയുടെ ടോട്ടൽ ചെയ്യുന്നു. വൈയുടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 175 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വൈ ബാർ നമുക്ക് 175 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. അതായത് 35 എന്ന് വൈ ബാറും കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് കോളത്തിൽ എക്സ് മൈനസ് എക്സ് ബാർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സിൽ നിന്നും എക്സ് ബാറിനെ മൈനസ് ചെയ്യുന്നു. അതായത് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 48 ആണ്. 48ൽ നിന്നും 34 മൈനസ് ചെയ്യുന്നു. അതായത് ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ എക്സ് ആയിട്ടാണ് ഇതിനെ പറയുന്നത്, എക്സ് മൈനസ് എക്സ് ബാറിനെ. അപ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. അതായത് പ്ലസ് ആണ് വരുന്നത്. ഇനി 35ൽ നിന്നും 34 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. 70ൽ നിന്നും 34 കുറച്ച് കഴിഞ്ഞാൽ -17 കിട്ടും. 23ൽ നിന്നും 34 കുറച്ച് കഴിഞ്ഞാൽ -11. 47ൽ നിന്നും 34 കുറച്ച് കഴിഞ്ഞാൽ +13 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ എക്സ് മൈനസ് എക്സ് ബാർ, അതായത് സ്മോൾ ലെറ്റർ എക്സ് എന്ന് കണ്ടെത്തിയ ഈ ഒരു വാല്യൂസിൻ്റെ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. ഓക്കെ, എക്സ് സ്ക്വയർ അതാണ് ഇവിടെ കൊടുത്തത്. എക്സിൻ്റെ സ്ക്വയർ കണ്ടെത്തുന്നു. 14ൻ്റെ സ്ക്വയർ 196, 1ൻ്റെ സ്ക്വയർ 1, 17 സ്ക്വയർ ഇവിടെ മൈനസ് ആണ്. മൈനസ് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? പോസിറ്റീവ് ആകും. ഇപ്പോൾ 289, 11ൻ്റെ സ്ക്വയർ 121, 13 സ്ക്വയർ 169. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടെത്തുന്നു. എത്ര വരും? 776 എന്ന് കിട്ടും. ഇനി ഇതേപോലെ വൈയുടെ കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. വൈ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഐറ്റംസ് ആണ്. വൈ മൈനസ് വൈ ബാർ, അതായത് സ്മോൾ ലെറ്റർ വൈ നമ്മൾ കണ്ടെത്തുന്നു. വൈ മൈനസ് വൈ ബാർ ആണ്. വൈയിൽ നിന്നും വൈ ബാർ മൈനസ് ചെയ്യുന്നു. വൈ ബാർ നമ്മൾ കണ്ടെത്തി എത്രയാണ്? 35 ആണ് വൈ ബാർ. അപ്പോൾ ഇവിടെ 45ൽ നിന്നും 35 കുറച്ച് കഴിഞ്ഞാൽ 10 കിട്ടും. 20ൽ നിന്നും 35 കുറച്ച് കഴിഞ്ഞാൽ -15 കിട്ടും. 40ൽ നിന്നും 35 കുറച്ച് കഴിഞ്ഞാൽ 5 കിട്ടും. 25ൽ നിന്നും 35 കുറച്ച് കഴിഞ്ഞാൽ -10 കിട്ടും. 45ൽ നിന്നും 35 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു വൈ മൈനസ് വൈ ബാർ, അതായത് സ്മോൾ ലെറ്റർ വൈയുടെ ടോട്ടൽ 0 എന്ന് നമുക്ക് കിട്ടും. ഇനി വൈ സ്ക്വയർ നമ്മൾ കണ്ടെത്തുന്നത്, അതായത് വൈ മൈനസ് വൈ ബാറിൻ്റെ സ്ക്വയർ 10ൻ്റെ സ്ക്വയർ 100, 15 സ്ക്വയർ 225, 5 സ്ക്വയർ 25, 10 സ്ക്വയർ 100, ദെൻ അഗൈൻ 10 സ്ക്വയർ 100. ഇനി അടുത്ത കോളത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ സ്മോൾ ലെറ്റർ എക്സ് ഇൻറ്റു വൈ ആണ്. അതായത് എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അതായത് 14 ഇൻറ്റു എന്ത് വരും? 14 ഇൻറ്റു ഇവിടെ 10 വരും. അപ്പോൾ നമുക്ക് 140 എന്ന് കിട്ടും. ഈ 14 എന്നുള്ളതും ഈ 10 മൾട്ടിപ്ലൈ ചെയ്യുന്നു.
ഇനി അടുത്ത് ഈ 1ഉം 15ഉം -15ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -15 എന്ന് കിട്ടും. -17ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് -85 എന്ന് കിട്ടും. -11ഉം -10ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസ് ഇൻറ്റു മൈനസ് എന്താവും, പ്ലസ് ആവും. അപ്പോൾ 110 ആവും. +13ഉം +10ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 130 എന്ന് കിട്ടും. അപ്പോൾ ഈ XY എന്നതിൻ്റെ ടോട്ടൽ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 280 എന്ന് കിട്ടും. അതുപോലെ y² ടോട്ടൽ നമുക്ക് 550 എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. essay ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നിങ്ങൾ 2-3 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് ഇതിനെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. R is equal to sigma xy, അതായത് സ്മോൾ ലെറ്റർ x ആണ്, y ആണ്, റൂട്ട് ഡിവൈഡ് ബൈ റൂട്ട് സിഗ്മ x² ഇൻറ്റു റൂട്ട് സിഗ്മ y² ആണ്. ഓക്കെ, അതായത് സിഗ്മ XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്നുള്ളതാണ്. സിഗ്മ x മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ, അങ്ങനെ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. ഓക്കെ, ഡിവൈഡ് ബൈ x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. y² എന്ന് പറഞ്ഞാൽ y മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയറിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ y എന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ വാല്യൂസിനെ അപ്ലൈ ചെയ്യുന്നു. x എന്ന് പറയുന്നത് x മൈനസ് എക്സ് ബാർ, y ഈസ് ഈക്വൽ ടു y മൈനസ് വൈ ബാർ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ സിഗ്മ XY എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി 280 ആണ്. സിഗ്മ x² എന്ന് പറയുന്നത് 776 ആണ്. സിഗ്മ y² എന്ന് പറയുന്നത് 550 ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. R is equal to 280 ഡിവൈഡ് ബൈ റൂട്ട് 776 ഇൻറ്റു റൂട്ട് 550 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ റൂട്ട് 776 എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 27.86 അങ്ങനെ വരും. ഓക്കെ, ഇതേപോലെ റൂട്ട് 550 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 23.45 എന്നുള്ള രൂപത്തിൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ അതിന് 27.86 ഇൻറ്റു 23.45 സംതിങ് അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 280 ഡിവൈഡ് ബൈ 653.3 എന്നുള്ള രൂപത്തിൽ കിട്ടും. അതായത് 299 എന്നുള്ള രൂപത്തിൽ ഇസിക്കൽ ടു 0.429 എന്ന് ആൻസർ കിട്ടും. 0.429 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോ ഡിഗ്രി ആണ്. ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ് വരുന്നത്. ഓക്കെ, ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ് ഇതിൻ്റെ ഡിഗ്രി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.